നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഈ കടകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും നടക്കുന്ന വ്യാപാര മേള, ആ വ്യാപാര മേളയ്ക്ക് നിരവധി കടകളും മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഉറൂസ് നടക്കുന്ന ഷാനാസ് കിടന്ന് കറങ്ങുവാന്നോടെ. ഉത്സവം അല്ല, പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഈ മയ്യത്തിങ്കര ഉറൂസ് എന്ന് പറയുന്നത്. 10,000 വരത്തുള്ളൂ, ലക്ഷങ്ങളാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ലക്ഷങ്ങൾ അന്ന് ഇവിടെ ഈ ആനയും ചെണ്ടമേളൊക്കെ ഉള്ളപ്പോഴേ, അന്ന് ഗാനമേളൊക്കെ ഉള്ളപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു അന്ന് ഇവിടെ ഉത്സവം കാണാൻ വേണ്ടി എത്തുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട് നേർച്ചാതികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ മേളകളുണ്ട്. മേള ഈ 2 ഗ്രൗണ്ടിലായിട്ട് നിറയെ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുണ്ട്. 5 ദിവസമൊന്നുമല്ല, ഇവിടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പറയുന്നത്. ഒരാഴ്ചയോളം ഉണ്ട്. 7 ദിവസത്തോളം ബിസിനസ്സുകാർക്ക് ഒരു കച്ചവടം നടക്കുന്നുണ്ട്. എന്നാലും വിഷ്വലൊക്കെ ആളുകളൊക്കെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ വ്യാപാര മേള തന്നെയാണ്. ഇതാണ് മയ്യത്തിങ്കര ഉറൂസ് നടക്കുന്ന ദർഗാ ഷെരീഫ്. അതിൻ്റെ വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രധാനമായിട്ടും ഇവിടെ വ്യാപാര മേളയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ആളുകളൊക്കെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ടും തലേ ദിവസം തന്നെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു അവസാന ഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടകളുടെയൊക്കെ ഒരു അവസാനവട്ട മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കങ്ങളാണല്ലോ നമ്മുടെ കടയുടെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുമല്ലയോ. ഇത് ബുക്ക് സ്റ്റാളോ? മെയിനായിട്ട് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും, ഇസ്ലാമികപരമായ എല്ലാ ബുക്സുകളും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. വൈകുന്നേരം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖ ഇസ്ലാമിക ബുക്ക് വ്യാപാരിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതപ്പുറത്ത് പാനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വ്യാപാര മേളകൾ തന്നെയാണ്. ആ വ്യാപാര മേളകളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി ഐറ്റങ്ങൾ. ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. ഇപ്പോൾ നിരവധി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഒരു ചെറിയ രീതിയിലുള്ള സംഗതികളൊക്കെ നമുക്കൊന്ന് കണ്ട് പോകാം. അപ്പോൾ നാളെ വരുന്നവർക്കൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ചെരുപ്പ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് 50 രൂപ, 100 രൂപ, 150 രൂപ ക്രമത്തിൽ ചെരുപ്പ് ഐറ്റംസുകളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും 100, 150, 50 രൂപയുള്ളല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൻ്റെ വിലയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 150 രൂപ, 100 രൂപ, 50 രൂപ, ഈ ക്രമത്തിലാണ് നമുക്ക് ചെരുപ്പുകളൊക്കെ ഇവിടെ വാങ്ങാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സുകൾ, നല്ല അടിപൊളി ടീഷർട്ടുകളൊക്കെ 70 രൂപ എന്നൊക്കെ എഴുതിയിട്ടേക്കുന്നത്. 70 രൂപ, 200 രൂപ. നല്ല ഷർട്ടുകളൊക്കെ 250 രൂപ. ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു കടയാണ്. അപ്പം ഈ ഉറൂസ് പ്രമാണിച്ച് ഇവിടെ കുറച്ച് ഒന്നുകൂടി ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളായ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ, പ്രത്യേകിച്ച് സ്നാക്സ് ഒക്കെയാണ് ഉള്ളത്.
ഇതൊക്കെ എന്തോ പോലെയാ? കിലോ 1 കിലോ 17 ഐറ്റം സാധനങ്ങൾ കണ്ട് ഇവിടെ 200 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സ്ഥാപനവും ഇതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ നാളെയൊക്കെ ഇത് സെറ്റാവും ഇല്ലയോ? അപ്പോൾ അത് നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ബാക്കി സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. സാധ്യമാകുന്ന അത്രയും നമ്മൾ നിങ്ങളെയൊക്കെ കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഈ ദർഗയുടെ മുന്നിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ തലേ ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ പ്രവാസികളായ ഒരുപാട് സഹോദരന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൂടെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ലൈവ് എടുക്കുന്നത്. ഇതെന്തോ കൊണ്ടുപോകാന്നോ? അടുക്കിക്കൊണ്ടിരിക്കും. ഇതെന്ത് എങ്ങനെയാ ഇത് സ്നാക്സ് ആണ്. എന്തുവാ ഇതും? 17 ഐറ്റം. 28 ഐറ്റം 100 രൂപ. 28 ഐറ്റം 100 രൂപയാണ്. ആഹാ, ആ 28 ഐറ്റം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ 28 ഐറ്റം 1 കിലോ, അര കിലോ 100. ആ, 1 കിലോ 28 ഐറ്റം 200 രൂപയാണ് 1 കിലോയ്ക്ക്. എന്നാലും 100 രൂപയ്ക്ക് നമുക്ക് അര കിലോ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് ഉള്ളത്. കോഴിക്കോടൻ ഹലുവ സ്പെഷ്യലായിട്ടുണ്ടല്ലോ. പിന്നെ ഗൃഹാതുരത്വം പേരുന്ന ചില ഓർമ്മകൾ കൂടിയുണ്ട്. ഇത് ഒരു കാലത്ത് ഈ സാധനം, ഈ ഈത്തപ്പഴം എന്ന് പറയുന്ന സാധനം ഇവിടെ ഈ ഉറൂസ് നടക്കുമ്പോൾ മാത്രമാണ് കഴിച്ചിട്ടുള്ളതെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇവിടെയുള്ളൊരു കട കൂടിയാണ്. ഉറൂസിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല, പക്ഷേ ഉറൂസിൻ്റെ ഭാഗമായിട്ട് അവർ സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടാണ് ഇവിടെ ബിസിനസ് നടത്തുന്നത്. അപ്പം അതോടൊപ്പം തന്നെ വിവിധ പ്ലാസ്റ്റിക് ഐറ്റംസുകളായിട്ട് നമ്മുടെ ജാഫ്രിക്കായും ഉണ്ട്. എന്തുണ്ട്? അപ്പോൾ എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെയും ഉണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെയും നമുക്ക് കാണിച്ച് അപ്പൊ നമ്മുടെ സുമയ്യ ബേക്കറിയിലാണ് ഇങ്ങനെ 28 ഐറ്റം. എന്താ പിള്ളേരോട്ടെ കറങ്ങാൻ ഇറങ്ങിയതാ? നൈറ്റ് ക്ലാസ്സിന് പോയിട്ട് വരുവാണ്. ഓക്കെ ഒന്നാ. അപ്പം സുമയ്യ ബേക്കറിയാണ്. ഇവിടെയാണ് 28 ഐറ്റം സാധനങ്ങൾ 200 രൂപ 1 കിലോ, അര കിലോ 100 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികളായ ആളുകളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാ? ഹോം ഡെലിവറി ഉണ്ട്. ആഹാ, നമ്മളവിടെ നിന്ന് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം, അപ്പം നമുക്ക് കമ്മീഷൻ തരുമായിരിക്കും അല്ലയോ? ഷോ, എനിക്ക് വയ്യ. ഏതാ? ബാ. അപ്പം ഇവിടെ എന്തോ സാധനം? ഐസ്ക്രീം മേള. ഒരു ഐസ്ക്രീം മേളയുടെ സ്റ്റാളിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നാളെ ആൾ വരുമായിരിക്കും. അവിടെ വിശാലമായ ഇരിപ്പിടവും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നാളെ ആൾ വരുമായിരിക്കും. ഇത് ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിലാണ് ഈ ഐസ്ക്രീം മേളയുടെ സ്റ്റാള്. നിങ്ങളുടെ എവിടെ സ്ഥാപനം? ഇത് പൊരി. ഇത് കാണാൻ വന്നേല്ലേ? ആ, എടുക്കാൻ വന്നേ. ആ. അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോവാം. ഇതെന്തോ ഐസ്ക്രീം മേള, മുളക് ബജ്ജി. ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആളുകൾ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. വള, മാല, കമ്മൽ. ആഹാ, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ ഈ ഉറൂസിൻ്റെ ഒരു സമയത്ത് മാത്രമായിരുന്നു. അപ്പോഴാണ് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെ ആളുകളുടെ വിവിധ ദേശങ്ങളിലേക്ക് പോവുകയും അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ആവുകയും സാധനങ്ങൾ സുലഭമായി കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോൾ കുറച്ച് മാറ്റമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഇപ്പോൾ സജീവമാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ഓഫർ സാധനങ്ങൾ കൊടുക്കുന്ന
100 രൂപ. എന്തുണ്ട്? ഇവിടെയും കമ്പനി ചെരുപ്പുകളൊക്കെ 49 രൂപ മുതലെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ടോയ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു കാലത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ടോയ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിരുന്നാലും വളമാല കമ്മൽ തുടങ്ങിയ സാധനങ്ങളായിരുന്നാലും അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ആയിരുന്നാലും ഒക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇത് ഫാൻസി ഐറ്റംസാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ഉറൂസും അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലും ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുണ്ട്? ഇത് കാണാൻ വന്നേന്നോ? എല്ലാ ആളുകളും എടുക്കുക. നമ്മള് കാണാൻ വന്നേന്നോ? ഓയ് ഇയാള് കാണാൻ വന്നേന്നോ? ആണോ? എന്താടേ പിണങ്ങി നിൽക്കുന്നത്? അയാൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്ക. കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടു. ഇത് എങ്ങനെ എത്ര ഐറ്റം ഇത് എത്ര ഐറ്റംസ് ഉണ്ട്? 17 ഐറ്റംസ്. 1 കിലോ 200 രൂപ, അര കിലോ 100 രൂപ. എല്ലായിടും 17 ഐറ്റംസ്. മൈത്രി സ്റ്റാള്. അപ്പൊ 17 ഐറ്റംസാണ് കൊടുക്കുന്നില്ലേ? 17 അര കിലോ 100 രൂപ. ഈത്തപ്പഴം അലുവ 20% ഡിസ്കൗണ്ട്. ഈത്തപ്പഴം അലുവയ്ക്ക് 20% ഡിസ്കൗണ്ട്. 20% കൂട്ടിയിട്ടിട്ട് 20% കുറയ്ക്കുമല്ലോ? അല്ല, നമ്മുടെ ഒരു കളിപ്പാട്ടക്കടയും ഇതിന് അടുത്തുണ്ട്. ടോയ്സ്, കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ടോയ്സുകളും അവിടെ കിട്ടുന്ന ഒരു കടയും ഇതിന് ഉള്ളിലുണ്ട്. തലശ്ശേരി കട അലുവായും കൂടെ ഒക്കെ കാണാമല്ലയോ? ആണ്ട കോഴിക്കോടൻ അലുവ അല്ലയോ? ഈ എത്ര ശതമാനം ഡിസ്കൗണ്ട്? എല്ലാം 20% ഡിസ്കൗണ്ട്. 20%, 20% ഡിസ്കൗണ്ട് അവിടെ കൊടുക്കാണ്. ഇവിടെ സേമിയയും ഉണ്ട് അല്ലയോ? തലശ്ശേരി സ്പെഷ്യൽ സേമിയ, തലശ്ശേരി സുഗന്ധ സേമിയ. തലശ്ശേരി സുഗന്ധ സേമിയയുടെ പ്രത്യേകത ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് തലശ്ശേരി സ്പെഷ്യൽ സുഗന്ധ സേമിയ, വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ 18 ഐറ്റം ബേക്കറികൾ, കോഴിക്കോടൻ ഹൽവ, ഈന്തപ്പഴങ്ങൾ, വിവിധതരം ബജ്ജികൾ. അപ്പോൾ ഇവിടെയൊക്കെ നാളെ നല്ല തിരക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് ഫാക്ടറി സെയിലാണ്. 20 രൂപയ്ക്കുള്ള സാധനങ്ങൾ പ്രധാനമായിട്ടും. പിന്നെ എല്ലാ സാധനങ്ങളും, എല്ലാ വിലയ്ക്കുള്ള സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാ പറയുന്നില്ല. എല്ലാ വിലയ്ക്കുള്ള സാധനങ്ങളുണ്ട്. അത് കണ്ട് 20 രൂപ മുതലാണ്. പക്ഷെ എല്ലാ വിലയ്ക്കുള്ള സാധനങ്ങളും ഉണ്ട് ഇല്ലയോ? എല്ലാ 20 അല്ല, 20 രൂപ മുതലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇദ്ദേഹമാണ് കൊച്ചു മുതലാളി ഇല്ലയോ? അപ്പോൾ 20 രൂപ മുതലുള്ള സാധനങ്ങൾ, 20 രൂപ മുതലുള്ള സാധനങ്ങളും വിവിധ വിലയ്ക്കുള്ള നമ്മുടെ കട എടുത്ത് നമ്മുടെ സ്ഥാപനം ബോംബെ അധോലോകത്തിന്റെ കുള. പേര് പറയണ്ടല്ലോ. അപ്പം ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് തിരിച്ച് എന്തായാലും അതിൽ ഇറങ്ങി വീണ്ടും വരാം. ഇത് സുഗന്ധ സേമിയാണ്. ഇത് സുഗന്ധ സേമിയാണ്. സുഗന്ധ സേമിയോടൊപ്പം ബജ്ജി, മുളക് ബജ്ജി, പക്കവട, എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? എന്തോലെ സേമിയൊക്കെ? 50 രൂപ. 50 രൂപയ്ക്ക് വയറ് നിറ സേമിയ ഇല്ല, ഒരു ഗ്ലാസ്. സേമിയയുടെ പറ്റി, ആ ഗുണനിലവാരത്തെ പറ്റി വേണ്ട 2 വാക്കൊന്ന് സംസാരിക്കുക. സേമിയ മേടിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രധാനമായിട്ട് ആളുകൾ ഈ വരുന്നത് ഈ സേമിയ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സുഗന്ധ സേമിയ ഇപ്പം 1-2 സ്റ്റാള് ഇവിടെ ആയിട്ടുണ്ട്. സുഗന്ധ സേമിയ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഒരു മധുരപലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സേമിയാണ്. ഉത്സവ സംബന്ധമായിട്ടുള്ള ഏറ്റവും ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരഫലമായിട്ടുള്ള സേമിയാണ്. അതിനാണ് ഇവിടെ ആൾക്കാർ തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നത്. അപ്പം വീണ്ടും നമുക്ക് പോയി ഒന്നുകൂടി കറങ്ങി വരാം. അവിടെ ഗോവൻ കുലുക്കി സർബത്തുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കാണാം.
ഇങ്ങോട്ട് വരുവാണ്. ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. സാറൊക്കെ ഇന്ന് വന്ന്. ആ അപ്പം ഇവിടെ ഇനി നമുക്ക് ഇവിടെ മുതൽ ഒന്ന് കാണാം. നമ്മൾ നേരത്തെ കണ്ടില്ല. ഇവിടെ മലബാർ മിക്സാണ്. വിവിധതരം ഹൽവ, ഈന്തപ്പഴം, വിവിധ തരം മിഠായികൾ. ആഹാ, നിങ്ങളൊക്കെ എത്തിയോ? ഫോട്ടോ പറഞ്ഞ FB കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടുകാരും അറിയുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുമായിട്ട് അല്പസമയം ചെറിയ കുശലങ്ങൾ. ഇവിടെയും 18 എത്ര ഐറ്റമാ? 100 അങ്ങനെ ഉണ്ടോ? 24 ഐറ്റം, 24 ഐറ്റംസ്. ഇതും നമ്മുടെ ഗേറ്റിന്റെ എൻട്രൻസിലാണ് ഈ സംഗതി നടക്കുന്നത്. 24 ഐറ്റം 100 രൂപ. എല്ലായിടവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈന്തപ്പഴം തന്നെയാണ്. വെറൈറ്റി അലുവകൾ, കാന്താരി, ചക്ക, മാങ്ങ, പിസ്ത, ഓറഞ്ച്, ഡ്രൈ ഫ്രൂട്ട്. അലുവയ്ക്ക് ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? പിന്നെ എത്ര ശതമാനം? അവിടെ 20% ഡിസ്കൗണ്ട് പറഞ്ഞു. ഇവിടെ 35% കൊടുക്കും. 35%. ഇവിടെ 35% ഡിസ്കൗണ്ട് ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഫുൾ ഡിസ്കൗണ്ട് ആണ്. അപ്പം എല്ലായിടും ഹൈലൈറ്റ് ഈത്തപ്പഴം തന്നെയാണ്. വിവിധ വിലകളുടെ ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ 20 രൂപ. ഏത് സാധനം എടുത്താലും 20 രൂപ എന്നാണ് പറയുന്നത്. എല്ലാ സാധനങ്ങളും, വിവിധ സാധനങ്ങളുണ്ട്. നമ്മളാണ് എന്തി ഇവിടെ ഏതെടുത്താലും 20 രൂപ എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഒരു വ്യാപാരമേള തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വിവിധ ആളുകൾ. ഹായ്. അപ്പം അവിടെയും ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസ്, അതുപോലെ ടോയ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് അടുത്ത സ്റ്റാളാണ്. അവിടെയും വിവിധ തരത്തിലുള്ള സ്നാക്സ് ഐറ്റംസ്. ഇവിടെയും സ്നാക്സ് ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? ഇത് പീസാക്കി വെച്ചേക്കുന്നത് എന്തിനാ? മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എങ്ങനെ ഈ മിഠായി ഐറ്റംസ് അല്ലേ? 46 ഐറ്റം. എങ്ങനെ റേറ്റ്? അര കിലോ 120 രൂപയ്ക്ക്. ഇത് അടിപൊളിയാട്ടോ. ഇത് വന്ന ആളുകൾ, ഇത് എൻട്രൻസിൽ എൻഡിലാണ് ഇത് ഉള്ളത്. സൂപ്പറാണ്. ബാക്കി ഐറ്റംസ് നാളെ വരും. എത്ര ഐറ്റംസാ? 46 ഐറ്റംസോളം വരും. 1 കിലോ അര കിലോ 120 രൂപയ്ക്ക്. അപ്പോൾ ഇത് സാധനം കൊള്ളാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൽവ ഉൾപ്പെടെയാണോ? എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ്. ഇതിൻ്റെ എൻട്രൻസിലാണ് ഈ സംഗതി ഉള്ളത്. ഇതേ ലൈവ് കണ്ടിട്ട് ആളുകൾ വന്ന് ചോദിക്കും മോനെ. അപ്പോൾ ഇവിടെ 50-ൽ പരം രുചിയുടെ വിഭവങ്ങൾ ഐസ്ക്രീം മേളയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നേ? ഇവിടെ വിവിധ തരത്തിലുള്ള കരിക്ക്, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, സ്ട്രോബെറി, റെഡ് വെൽവെറ്റ്, ബ്ലൂബെറി, ബട്ടർ സ്കോച്ച്, ഇങ്ങനെ നിരവധി പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഐസ്ക്രീമുകളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ബജ്ജിയാണ്, ബജ്ജിക്കടയാണ്. ഇത് നമ്മുടെ റോഡിൽ നിന്നുള്ള എൻട്രൻസിൻ്റെ ഭാഗത്താണ് ഇത് ഉള്ളത്. അപ്പം ഭാരവാഹികളൊക്കെ ഇത് അവസാനവട്ട വിലയിരുത്തലിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്തുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. നാളെ രാവിലെ അതിന്റെ ക്രമീകരണങ്ങൾ വീണ്ടും ഉണ്ടാവും. മഞ്ചുവിക്കും മറ്റു കാര്യങ്ങളൊക്കെ നാളെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പം അവരൊരു അവസാനഘട്ട വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബജ്ജികൾ മാത്രം വിൽക്കുന്നൊരു സ്ഥാപനം കാണാൻ കഴിയും. ഇത് കിലോ ആണോ?
കിലോ ആണോ അതെ എണ്ണം എത്ര എണ്ണം ഇത്? 3 എണ്ണം 30, ഇത് ഒരു പ്ലേറ്റ് 50. അപ്പോൾ ഈ ബജ്ജി കട എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന റോഡിൽ നിന്നും അകത്തേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ ആദ്യ ഭാഗത്താണ് അതുള്ളത്. ഇനി റോഡിലേക്ക് അങ്ങനെ കടകളൊന്നും ആയിട്ടില്ല. റോഡിൽ നാളെയൊക്കെ ആവും. റോഡിൻ്റെ ഈ ഭാഗമൊക്കെ ഇപ്പോൾ ശൂന്യമാണ്. പക്ഷെ നാളെ ഇവിടെയൊക്കെ കടകൾ ഉണ്ടാകും. അപ്പോൾ ഇത് സ്ഥിരം ഇവിടെയുള്ളൊരു കടയാണ്. ആഹാ, പ്രധാന ആകർഷണം കരിമ്പ്. നമ്മൾ കരിമ്പ് ഇതുവരെ കാണിച്ചില്ല. കരിമ്പ് വന്നിട്ടുണ്ട്. അടുത്ത് പിച്ചാത്തിയുണ്ട്. കരിമ്പുണ്ട്, അടുത്ത് പിച്ചാത്തി ഉണ്ട്. കരിമ്പാണ് നമ്മൾ ഇത്ര നേരം കാണിക്കാരുത്. എവിടെ നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. ഒരു ടീമേ ഉള്ളൂ കരിമ്പുമായിട്ട് ഇപ്രാവശ്യം, ഇല്ലയോ? ബാക്കിയുള്ള ആളുകൾ വരുമായിരിക്കും, ഇല്ലയോ? നമ്മുടെ ഈ ഉറൂസിന്റെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കരിമ്പ്. എന്താ വിലയാ കരിമ്പിന്? വലിയ കരിമ്പ് 100, ചെറുത് 80. അപ്പം 80 രൂപയ്ക്ക് ചെറിയ കരിമ്പും 100 രൂപയ്ക്ക് വലിയ കരിമ്പും കൊടുക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്ഥിരം കടയാണ്. ഇവിടെ ഉള്ള സ്ഥിരം കടകളിൽ ഒന്നാണ് ഇത്. നമ്മുടെ കട എന്ത് ഏത് നേരത്തെ അടച്ചത്? നേരത്തെ അടച്ചെന്തായിരുന്നു? ഈ ആളുകളൊക്കെ കാണണ്ടായത്. ഇവിടെ എത്ര ഐറ്റംസാ? 100 രൂപ. 23 ഐറ്റം. ഇവിടെ 23 ഐറ്റം ഉണ്ട്, അല്ലയോ? അപ്പൊ എല്ലാ ആളുകളും മത്സരിച്ച് കൊടുക്കുമ്പം സ്വാഭാവികമായും അലുവ ഉൾപ്പെടെയുള്ള 23. ഈ അലുവ എന്തിനാ പീസാക്കി വെച്ചേക്കുന്നത്? പാക്കറ്റാണ്. എത്ര വില? 50 രൂപയുടെ 100 രൂപയുടെ പാക്കറ്റിൽ അലുവ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും വ്യാപാരികളൊക്കെ ഇങ്ങനെ മത്സരിച്ച് സാധനങ്ങൾ കൊടുക്കുമ്പം തീർച്ചയായും ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ എത്തുന്ന ആളുകൾക്ക് അതൊരു ഗുണകരമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരു കട തുറക്കാനുണ്ട്, മലബാറി കുലുക്കി സർബത്ത്. അപ്പോൾ അവിടെ ഉള്ള വിവിധ സാധനങ്ങളുടെ പേര് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്ത സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഇത് നമ്മുടെ ഷിഹാബിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സ്ഥാപനമാണ്. ഇത് ഇവിടെ എത്ര ഐറ്റംസാണ്? 100 രൂപ. 28 ഐറ്റം. അടിപൊളി. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് എന്തായിരുന്നാലും നല്ല രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ കുറേ അധികം കച്ചവടക്കാരുള്ളതുകൊണ്ടും എല്ലാ ആളുകൾക്കും ലാഭകരമായി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന. ആളുകൾക്കും അതുപോലെ തന്നെ ഇവർക്ക് കച്ചവടം നടക്കുന്നതിൻ്റെ അനുസരിച്ച് സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കാനും കഴിയും. അതുപോലെ തന്നെ വാങ്ങുന്ന ആളുകൾക്ക് ഇത് ലാഭകരമായി വാങ്ങാനും കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം ഇവിടെയും ഹൈലൈറ്റ് ഈത്തപ്പഴം തന്നെയാണ്. ഇവിടെ വിവിധ ഐറ്റം ഈത്തപ്പഴങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഇത് നമ്മുടെ പള്ളിയോട് ചേർന്നുള്ള പള്ളിയുടെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത്. ഇവിടെ കുലുക്കി സർബത്തിൻ്റെ വിവിധ ഫ്ലേവറുകൾ, വയനാടൻ കുലുക്കി സർബത്ത്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഈ കുലുക്കി സർബത്തിന് വിവിധ പേരുകളാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വയനാടൻ കുലുക്കി സർബത്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ വിവിധ ഫ്ലേവറുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് നമ്മുടെ പള്ളിയുടെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഇവിടെ എത്ര ഐറ്റംസാ? ഇവിടെ എത്ര ഐറ്റംസാ? ഇവിടെ എത്ര ഐറ്റംസാ 100 രൂപയ്ക്ക് കൊടുക്കുന്നത്? 45 ഐറ്റംസ്. അപ്പോൾ 28, 23, 45, 48 ഇങ്ങനെ പല ഐറ്റം തോനെയുണ്ട്. അപ്പം അത് നമ്മുടെ ഈ റോഡിനോട് ചേർന്ന് മസ്ജിദിൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ സ്ഥാപനവും ഉള്ളത്. 28 ഐറ്റംസ് അല്ല 43 ഇത്ര അല്ല അലുവ 20-ലധികം. സുഹേലേ എന്തോട്ട് പോവാ? വാ പോലെ നിങ്ങളൊക്കെ 2 വാക്ക് പറഞ്ഞിട്ട് പോടേ. അപ്പോൾ ഇവിടെ അലുവയുടെ ഒരു വെറൈറ്റി ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ്. നമ്മളിതുവരെ കണ്ട കടകളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ഐറ്റം അലുവ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് എല്ലാം നമ്മൾ കാണിച്ചത് പ്രധാനമായിട്ടും നടക്കുന്ന വ്യാപാരമേള തന്നെയാണ്. ആ വ്യാപാരമേള പിന്നെ വരുന്ന ആളുകൾക്ക് കൃത്യമായി സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഉള്ളൊരു സംവിധാനമുണ്ട്. ലാഭകരമായി വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു
പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ പള്ളിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ആ എൻട്രൻസിൻ്റെ ദുആ കൗണ്ടർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് തീർച്ചയായും നടത്തുന്ന ഒരു സാധനമാണ് ഈ കയറും പാളയും. അപ്പോൾ അതിന് ഈ പാളയും കയറുമൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി സംഗതികളൊക്കെ നാളെ ആയിരിക്കും നടക്കുക. ഇഷ്ടംപോലെ സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കൗണ്ടറും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ തിരക്കായിരുന്നു ഇന്ന് വൈകുന്നേരം ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നാളെയാണ് പ്രധാനമായിട്ടും ഉറൂസ് നടക്കുന്നത്. അപ്പോൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും വ്യാപാര മേളയുടെ ഭാഗമായി കടകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിൻ്റെ നാളെ വരാം. അപ്പം അവസാനവട്ട ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹികളൊക്കെ ഈ ദർഗയിൽ നിൽക്കുകയാണ്. ഇത് കൊല്ലം തേനി ദേശീയപാതയുടെ വശത്താണ് നെയ്യാറ്റിൻകര പള്ളി. കൊല്ലം തേനി ദേശീയപാതയുടെ വശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ഇതിൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടക്കുന്നത്. ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ഈ മക്ബറയിലെത്തി. അപ്പം അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉറൂസുമായി ബന്ധപ്പെട്ട് നാളെയും മറ്റന്നാളുമാണ് പ്രധാനമായിട്ടും ഇവിടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ, അവസാനപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണിപ്പോൾ ജമാഅത്ത് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ നാളെ രാവിലെ മുതൽ തന്നെയാണ് നേർച്ചകളും മറ്റ് സംഗതികളുമൊക്കെ ആരംഭിക്കുന്നത്. നാളെ നമുക്ക് പറ്റിയാൽ, നാളത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നമുക്ക് പറ്റിയാൽ ഉറൂസിൻ്റെ സമയത്തൊക്കെ ആളുകളെത്തുന്ന സമയത്ത് ലൈവ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറ്റിയാൽ നാളെ വീണ്ടും നമുക്ക് ഉച്ചയോടുകൂടിയൊക്കെ ഇവിടെ ആളുകളൊക്കെ എത്തുന്ന ഒരു സമയത്ത് വീണ്ടും ലൈവ് കാണിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കൊല്ലം തേനി ദേശീയപാതയുടെ വശത്താണ് ഇത്തരത്തിൽ ഒരു ഈ മസ്ജിദ് ഉള്ളത്. ഇവിടെ രണ്ട് ജമാഅത്തുകൾ, ഷാഫി ഹനഫി ജമാഅത്തുകൾ സംയുക്തമായിട്ടാണ് ഉറൂസ് നടത്തുന്നത്. എല്ലാ വർഷവും മകരം 21, 22 തീയതികളിൽ ആണ് ഉറൂസ് നടക്കുന്നത്. ഈ വർഷം അത് നാളെയും മറ്റന്നാളുമാണ്. ദിവസങ്ങളായി നടന്നു വരുന്ന ഒരുക്കങ്ങളാണ്. എൻ്റെ ഭാഗമായി ദിവസങ്ങളായി നടന്നു വരുന്ന ഒരുക്കങ്ങളാണ്. അപ്പോൾ അതിന് ശേഷം നാളെ ഉറൂസ് ആരംഭിക്കുകയാണ്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തും എന്നാണ് ജമാഅത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ പ്രസ് മീറ്റിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ റാഷിദൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കൊണ്ട് റാഷിദ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റാഷിദേ, നാട്ടിലില്ലാത്തതിന് എന്തെങ്കിലും വിഷമം വല്ലതും ഉണ്ടോ? ഇപ്പം നാട്ടിലുണ്ടാകണമായിരുന്നു എന്ന് തോന്നുന്നോ? നമ്മൾ അനിയൻ റാഷിദൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കണം, അപ്പോൾ പിടിക്കത്തില്ല. ഹായ്. അപ്പം നോക്കണ്ടായോ? അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും നമുക്ക് ഈ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളുമായി നാളെ വീണ്ടും ലൈവിൽ നിങ്ങളോടൊപ്പം എത്തിയാൽ ചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഈ ലൈവ് വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു.